എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സെയിൽ എന്ന ആർമി സീരീസിന്റെ എപ്പിസോഡ് 32 ഓക്കെ. ഇപ്പോൾ ഈ എപ്പിസോഡിന്റെ ആദ്യം തന്നെ സെമി ക്വാർട്ടർ ഫൈനലാണ് നടക്കാൻ പോകുന്നത്. ഇത് മെയിൻ അലയൻസിന്റെ ആയതുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആണ്. ആൾക്കാർ വരുന്നുണ്ട്. ചെറിയ പയ്യന്മാർക്ക് വെറുതെ വീട്ടിരിക്കാതെ ഫൈറ്റാണ് വരുവാണ്. അതിനുശേഷം ഉള്ളിലെ ടോപ്പ് 16 പേരെ കാണിക്കുന്നുണ്ട്. ഇവർ ഇത്ര വർഷം കണ്ടതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഇവരാകും അലയൻസിന്റെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് ചർച്ചയുണ്ട്. എന്ത് തന്നെയായാലും ഹാവച്ചൻ ഹീറോയിന് വരുന്നുണ്ട്. അവരുടെ ഹാൻകോൻ ഒഫീഷ്യലായിട്ട് സെമി ക്വാർട്ടർ ഫൈനൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാവച്ചനെ ലീഷനുമാണ് മത്സരിക്കുന്നത്. ഹാവച്ചനോട് നീയുമായിട്ട് ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ ഒരു ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അവൻ പാസ്റ്റിലെ ഫൈറ്റ് ആലോചിച്ചിട്ട് ഫൈറ്റ് തുടങ്ങി. അവൾക്ക് പാസ്റ്റ് അവൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്നത് മനസ്സിലായി. ഒരു മാറ്റവുമില്ല. മുൻപ് എങ്ങനെയാണ് അതുപോലെ ജസ്റ്റ് മിസ്സിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ രണ്ടുപേരും സോഡിൽ പവർ കയറ്റി അത് രണ്ടെണ്ണം ഉപയോഗിച്ച് അറ്റാക്ക് അത് തെറിച്ച് പിറകോട്ട് രണ്ടുപേരും പോയി. അവന്റെ ഡിവൈൻ ഡിഫൻസ് അത് ബ്രേക്ക് ചെയ്യാൻ അന്നവൾക്ക് കഴിഞ്ഞില്ല. ഇന്നെനിക്ക് പറ്റും, നിന്റെ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവൾക്ക് കിട്ടിയ ആ കാർഡ് അത് യൂസ് ചെയ്യുന്നത് ഈ സ്കിൽ അവളുടെ ബീസ്റ്റും കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുപോലെ അവളുടെ ഹെൽത്ത് റോസ് ആ മൗത്തിന് അല്ലെങ്കിൽ ബീസ്റ്റ് എന്ന് പറയാ അതിനെ എടുത്തു. എന്നിട്ട് നേരെ വരുന്നു അവൻ ഡിവൈൻ ഡിഫൻസ് എന്ന സ്കിൽ യൂസ് ചെയ്ത് എതിർക്കാൻ നോക്കുമ്പോൾ ഹാവച്ചനോട് മനസ്സിലായി, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് നീ ഒരു പെണ്ണാണെന്നാണ് കരുതി, നീ വളരെ സ്ട്രോങ് ആകും എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഇപ്പോൾ നീ ഈ ലെവൽ വരെ എത്തി, ഞാൻ ഹാപ്പിയാണ് എന്ന് മനസ്സിൽ പറഞ്ഞ് അത് അവൻ തടയുകയും ചെയ്തു. അവള് തോൽവി സമ്മതിക്കണം. അങ്ങനെ ആ മാച്ച് ഹാവച്ചൻ ജയിച്ചു. അവനോട് നീ തന്നെ ചാമ്പ്യനാകണം. അവൻ ഓക്കെ. അതിനുശേഷം പലരും വന്ന് മത്സരിക്കുന്നു. പല ടെമ്പിളിൽ നിന്നുള്ളവർ പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ മത്സരിച്ച് അങ്ങനെ ഒരുപാട് മാച്ച് പോയി. മത്സരിക്കുമ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ മാച്ച് കണ്ട് ഹാവച്ചനെ അതിശയിച്ചു. കാരണം മുൻപ് വരെ ഉള്ളതുപോലെ ആയിരുന്നില്ല, വളരെയധികം സ്ട്രോങ് ആയതുപോലെ. ഇനി ഒരു മാച്ച് കൂടെ ഉള്ളൂ. മാജിക് ടെമ്പിളിലെ ഫെങ്ങും അസാസിൻ ടെമ്പിളിലെ സയ്യറും അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സയ്യർ ആണിന്റെ പേരുമല്ല. എന്തൊക്കെയായാലും അവരുടെ മാച്ച് തുടങ്ങി റെഡിയായി. എന്റെ മാജിക്കിൽ ജയിക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞ അവന്റെ ഹാറ്റ് അത് വെച്ച് എന്തൊരു മാജിക് വെച്ച് അവൻ ഹാറ്റായിട്ട് മാറി. അതൊരു മാജിക് ആണല്ലോ. ഒരു ബ്ലൈൻഡ് വുമൺ എന്നെ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല. ഹാവച്ചൻ കണ്ടിട്ട് ഷോക്ക് ഒരുപാടുണ്ട്. അതിൽ അവന്റെ ഏതെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ലീഷനെ പോലെ നീ പേടിക്കണ്ട, അവൾ പവർഫുൾ അല്ലേ. സയ്യറിന് കാണാൻ കഴിയില്ല എങ്കിലും അത് ഫീൽ ചെയ്യാൻ കഴിയില്ല എന്നല്ല. അവൾ ആ അറ്റാക്ക് എല്ലാം തടഞ്ഞ് നേരെ പൊങ്ങി കറക്റ്റായി അവനെ തന്നെ പിടിച്ചു. അതുകൊണ്ട് ഇത് എങ്ങനെ അവളതിനെ മാജിക് അതെന്റെ സെൻസ് ചെയ്യുന്നതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് വെറും ഒരു ട്രിക്കാണ്, എന്നെ ഫോൾ ചെയ്യാൻ കഴിയില്ല, തോറ്റു എന്നവ സമ്മതിച്ചില്ല. കാണിച്ചു തരാം, മാജിക്കുള്ള ഒരു ട്രിക്കാണല്ലേ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന്റെ ബീസ്റ്റിനെ സമ്മൺ ചെയ്യുകയാണ്. അതൊരു ലെവൽ 6 ആണ്. അതിന്റെ പേര് വജ്ര ബിയർ. അതൊരു ഡീമോണിക് ബീസ്റ്റ് ടൈപ്പാണ്. ഡിഫൻസ് സ്ട്രെങ്ത് ഒരുപോലെ. സ്ട്രോങ്ങസ്റ്റ് ബീസ്റ്റ് പീക്ക് ലെവൽ 5 അസാസിന് വരെ അത് ഇമ്പോസിബിൾ ആണ് തടയാൻ. ഇതുകൊണ്ട് ലീസിനും ഒന്ന് പേടിയായി. അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി വരുന്ന സയ്യർ അവളുടെ അറ്റാക്ക് രണ്ടും കൂടി കൂട്ടിയിടിച്ച് അത് തെറിച്ചു പോയി അവന്റെ അടുത്ത് വന്ന് വീണു. അങ്ങനെ അവൻ തോറ്റു. എല്ലാവരും അതിശയിച്ചു പോയി. ടോപ്പ് 8 സെലക്ട് ആയി. അവൾ നടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേടാ മുൻപ് ഇപ്പൊ കണ്ടല്ലായിരുന്നു. അവിടെ ഉള്ളവര് അവൻ തന്നെയാകും, അവള് തന്നെയാകും ഫസ്റ്റ് ആകാൻ പോകുന്നത്. അവൾക്ക് അതിനെ വെർത്താണ്. അവൾ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചൈൽഡ്ഹുഡ് വരെ അവൾ വളരെ ക്രൂവലാക്കിയായിരുന്നു. ഒരു ഫ്രീഡം അവൾക്ക് ഇല്ലായിരുന്നു എന്തൊക്കെ പറയുന്നു. അതെല്ലാം കേട്ട് ഹാവച്ച് അവളോട് പാവം തോന്നി. ഇത്രയധികം പവറും നിനക്കുണ്ടെങ്കിൽ നീ എത്രമാത്രം അനുഭവിച്ചോണം. പിന്നെ നീ ഇതെന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല? അവളാകട്ടെ അവന്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവളെ കണ്ട് ഹാപ്പി. നിന്നെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അവൾ അത് കണ്ടു ഹാപ്പി. ഇതുകൊണ്ട് മാജിക് ടെമ്പിളിലെ ലിൻസൻ യിങ്സുയിഫെങ്ങിനോട് എപ്പോഴാണ് അവരുടെ മാരേജ്, ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാനാകണോ എന്ന് ഹാൻകോൻ്റെയോടൊക്കെ പറയുമ്പോൾ അപ്പോൾ ഉണ്ട് കഴുത്തില് കത്തി. മോനെ നിന്റെ വായിനെയും തുറന്നാൽ നിന്റെ തല കാണില്ല. ഷെങ് അങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് എല്ലാവരും റെസ്പെക്ട് ചെയ്യും യിങ്സുയിഫെങ്ങിനോട്. അവർ ഒരുമിച്ചുള്ളത് നീ എന്താ ഒന്നും ചെയ്യാത്ത? അഡൾട്ട് ആയതാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും പറയാനും കഴിയില്ല. അത് കിട്ട് ഷെങ് കലുപ്പായി. രണ്ടുപേരുടെ കഴുത്തിൽ അറ്റാക്ക് ചെയ്യുന്നത് പോലെ വെച്ചിട്ട് സയ്യർ നീയൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല. അവൻ ഇനി ഒരുമിച്ചാകാനാണെങ്കിൽ നല്ലതിനാണെങ്കിൽ കുഴപ്പമില്ല. അഥവാ അവൾക്കൊല്ല പറ്റിയ പിന്നെ നടക്കുന്നത് വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ഈ നടന്ന ഒന്നും മറ്റൊരു പ്ലേസിലേക്ക് കപ്പിൾസ് പോകുന്നുണ്ട്. അവിടുത്തെ സ്മെല്ല് ഫീല് സീ ക്ലൗഡ് വെയിലിൻ്റെയൊക്കെ സൗണ്ട് ഇട്ട് ഇത് ഹോളി സിറ്റിക്ക് വെളിയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതിനെ ആക്സിഡന്റ് ആയിട്ട് കണ്ടുപിടിച്ചതാണ്. അവളെ കൊണ്ട് അവിടെയുള്ള ഊഞ്ഞാലി എന്ന് പറയല്ലോ സിംഗൊക്കെ ചെയ്യുന്ന അതിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. സയ്യർ ആദ്യമായിട്ടാണ് ഇതിലിരിക്കുന്നത് എന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ട് അവളെ കുറിച്ച് പറഞ്ഞത് ആലോചിച്ച് നീ സ്ട്രോങ് ആകാൻ ഒരുപാട് വേദന അനുഭവിച്ചല്ലേ, എനിക്കറിയാം. എന്ന് നീ അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ അതിനെ ചോദിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രമേ ഓർത്ത് സങ്കടമുള്ളൂ. നിന്റെ ചെറുപ്പത്തില് ഞാൻ നിന്നെ മീറ്റ് ചെയ്തില്ല. അങ്ങനെയെങ്കിൽ നിനക്ക് ഒരുപാട് ഹാപ്പിനെസ് ആകാനും ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകാനും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിനെ എന്ന് പറഞ്ഞ് ആട്ടുന്നു. ഊഞ്ഞാൻ. അവള് മനസ്സിൽ നീ അതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ് നടന്നത് അത് ഉണ്ട്. എന്നാൽ അവനറിയില്ല അവളോട് നിന്നെ ഇനി അങ്ങോട്ട്
നിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഉണ്ടാകട്ടെ. ഇന്ന് പ്രപ്പോസ് അത് കേട്ട് ഞെട്ടിപ്പോയി. നിനക്കെൻ്റെ സൂര്യൻ ഇഷ്ടമാണ്, എപ്പോഴും കൂടെ ഉണ്ടാകാൻ കഴിയുമോ? അവനതിന് അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ സൂര്യനാകട്ടെ. അവൾ ഹാപ്പി. ആട്ടുന്നത് നിർത്തി, ഐ മീൻ ഊഞ്ഞാൽ. അതിൽ നിന്ന് ചാടി നേരെ വരുന്നു. അവർക്കിടയിലുള്ള ഇഷ്ടം ഇപ്പോൾ തുറന്നു പറഞ്ഞു. അവരങ്ങനെ അവിടെ സെറ്റായി. അത് തന്നെ ഡീമൺ ഹണ്ട് കോമ്പറ്റീഷൻ ടോപ്പ് 8 നടന്നത്. ടോപ്പ് 4 ആദ്യ അസാസിൻ ടെമ്പിളിലെ മോർണിംഗ്, അതുപോലെ വാരിയർ ടെമ്പിളിലെ ഡയാൻ. അവരുടെ ഫൈറ്റ് തുടങ്ങി മോർണിംഗ് അവൻ ലെവൽ 4 ആണ്, അതുപോലെ ഞാനാകട്ടെ ലെവൽ 5. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് ലെവൽ വെച്ച് നോക്കിയാൽ അവൻ്റെ തന്നെയാണ്. എൻ്റെ കയ്യിലുള്ള ഷീൽഡ് അത് ചങ്ങലയാക്കിയിട്ട് കറക്കി എത്തത് അത് കുറച്ചു നേരം പോകുന്നുണ്ട്. മോർണിംഗ് അവൻ്റെ ലോക്ക് അങ്ങനെയൊക്കെ നോക്കി ആദ്യമൊക്കെ ഒഴിഞ്ഞു പോയെങ്കിൽ അവസാനം അവൻ്റെ കയ്യിൽ ട്രാപ്പായി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ തെറിച്ച് പോയി. അവൻ്റെ അടുത്ത് വന്നിട്ട് ഇനിയെ നോക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവൻ്റെ ഒരു ചിരി. ആ കത്തി അവൻ്റെ കഴുത്തിൽ വെച്ച് ഒറ്റവിട്ടു. ഇതൊന്ന് മുറിഞ്ഞു. അവനെ കൊല്ലുന്ന രീതിയിൽ കാണിച്ചത് കൊണ്ട് തന്നെ മോർണിംഗ് ജയിച്ചു. അതിനുശേഷം സയർ ഓപ്പോണൻ്റായിട്ട് ഹുവാങ്ങി. അവൻ്റെ മാഗ്നറ്റിക് ഷീൽഡ് വെച്ച് നോക്കി വന്നാൽ പവറില്ലാതെ വർക്കാവുന്നില്ല. സ്റ്റോൺസ് വെച്ച് നോക്കി അവൾ സിമ്പിളായിട്ട് എല്ലാം ഡിസ്ട്രോയ്ക്ക്. അവൻ്റെ ബീസ്റ്റിനെ വിട്ട അത് വന്നു അടിച്ച് തെറിപ്പിച്ചു. അവൻ്റെ അടുത്ത് വന്ന് നിന്ന് അങ്ങനെ അവനും അതിന് ഹാവച്ചൻ അവൻ്റെ ഓപ്പോണൻറ്റ് വരുന്നു. ഏറ്റവും സ്ട്രോങ് ആയ ഒരു അറ്റാക്ക് തന്നെ അവൻ നേരെ വിട്ടു. എന്നാൽ അത് തടയാനായിട്ട് അവൻ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്കും അതിശയം. അവൻ്റെ അടുത്തെത്തിയത് അവൻ്റെ പുതിയ ഹോളി ആർമർ അതെടുത്ത് തടയാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. കാരണം ആ അറ്റാക്ക് ഒരു ലെവൽ 6 ആയവർക്ക് തടയാൻ തന്നെ പാടാണ്. അത് തടണമെങ്കിൽ പിന്നെ ഡിഫൻസ് ടെക്നിക്ക് യൂസ് ചെയ്ത് അതെന്നെ ഇല്ലാതാക്കി. അവൻ്റെ അടുത്ത് വന്ന് നിന്നു. ഇതെങ്ങനെയെന്ന് അതിശയം. അവൻ തോറ്റു. ഹാവച്ചൻ ചേച്ചി ലേഷ്യൻ സയറിനോട് ഹാപ്പി ആയിട്ട് അത് പറയുന്നുണ്ട്. സൈഫിങ് ഇത് അസാസിൻ ടെമ്പിളിലെ ബെസ്റ്റ് ആയിട്ടുള്ള ആർമർ, ലൈറ്റ്, ഫയർ, വിൻഡ് എല്ലാം തടയാൻ കഴിയും. പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ ഡിഫൻസ് വെച്ച് തന്നെ ബ്രേക്കാക്കി. ലിഞ്ചനബിൾ എന്തൊക്കെയാണ് നിങ്ങളെ ഫാമിലി നടക്കുന്നത്. ഇനി ഒരു മാച്ച് കൂടി, അത് വാങ്ങാണ് മത്സരിക്കാൻ പോകുന്നത്. ഓപ്പണൻറ്റിനെ വിളിച്ചു. എന്നാൽ അവിടെ ആരുമില്ല. ഡുവാൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങോട്ട് ബൈക്കിൽ ഒരുത്തം വരുന്നത്. എന്തുവാടാ അതൊക്കെ? കോമ്പറ്റീഷനിൽ ബൈക്കാ? ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കാൻ പോയത്. മതി, മാച്ച് തുടങ്ങി. വാങ്ങ് സോഡ് എടുത്ത് നിൽക്കുമ്പോൾ അവനോട് ഈ ഫൈറ്റൊക്കെ കുറേ ആയില്ലേ, എന്നെ റേസ് ചെയ്ത് എന്നെ തോൽപ്പിക്കാൻ കഴിയുമ്പോൾ അതല്ലേ ഹീറോയിസം? അല്ല നിനക്ക് ബൈക്കില്ലേ? അത് കേട്ട് ചിരിച്ചിട്ട് ആര് പറഞ്ഞു ബൈക്കില്ലെന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള പ്രീമിയം എഡിഷൻ ബൈക്ക് അതെടുത്ത് കാണിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് വീട്ടിലെ ബൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഉറങ്ങി തൂങ്ങിയിരുന്ന വിളിക്കാം, ബൈക്ക് റേസാ, ഇതാണിപ്പോൾ ഇൻട്രസ്റ്റ് ആയി. എന്നാൽ ഇങ്ങനെ അതൊന്നും കണ്ട് മൈൻഡ് ആകുന്നില്ല. ഹാൻകോ കണ്ടിട്ട് എന്തോ അവിടെ കാണിക്കുന്നത്? ഇത് കോമ്പറ്റീഷൻ അല്ലേ? ഡുവാനപ്പോൾ കോമ്പറ്റീഷൻ റൂൾ വെച്ച് രണ്ടുപേരും സമ്മതിച്ചാൽ കുഴപ്പമില്ലല്ലോ. എല്ലാവരും അത് കാണാനായിട്ട് തന്നെ നിൽക്കണം. എന്നാൽ ഇങ്ങനെയൊന്നും ഫെയർ അല്ല. രണ്ടുപേരും സമ്മതിച്ചു. ഹാൻകുവാനോട് ലിൻചൻ ചെവിയിലെന്താ പറഞ്ഞു. അത് കേട്ടിട്ട് ശരി, സൺസെറ്റിന് മുൻപ് ആര് ഫിനിഷ് ചെയ്യുന്നു അവനാകും ജയിക്കുക. രണ്ടുപേരും ഫെയിലായ ടോപ്പ് 4 ക്വാളിഫൈ ആകില്ല. അവരെ സമ്മതിച്ച് എല്ലാവരും എന്ത് നടക്കുക എന്ന് കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. ശരി, സ്റ്റാർട്ട്. അത് കേട്ട് രണ്ടുപേരും അതിനുള്ളിലേക്ക് പോയി. അതിൽ ഫുള്ളായിട്ട് കിട്ടിലൊരു മാപ്പ് തന്നെ. അതിനുള്ളിൽ രണ്ടുപേരും ബൈക്കിൽ റേസ് ചെയ്ത് പോവുകയാണ്. ഡുവാനാണ് ആദ്യം പോകുന്നത്. ഫൈറ്റ് ചെയ്ത് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ റേസിങ്ങിൽ അങ്ങനെയില്ല എന്നൊക്കെ പറയുമ്പോൾ ഫൈറ്റിലായാലും റേസിലായാലും തന്നെ അവരെന്തൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ബൈക്ക് വെച്ചൊക്കെ ബ്ലോക്ക് ആവാൻ പോകുന്നുണ്ട്. മുന്നോട്ട് പോകുന്നു, പിറകിലാകുന്നു, മുന്നോട്ട് പോകുന്നു, പിറകിലാകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഉൾക്കേക്ക് വന്ന് വീഴുകയാണ്. അതിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ്. അവനെ കാര്യം പറഞ്ഞൊരു കുഴിയിലേക്ക് വീണു. അതുകൊണ്ട് അവൻ ഷോക്കായി പോയി. വാങ്ങ് നോക്കി കാണുമ്പോൾ പേടിക്കണ്ട, അവനൊന്നും പറ്റില്ല. സംഭവം ലിൻചനും വേൾഡ് അത് ഒരു മാജിക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറ്റില്ല. ഭാഗ്യം നിനക്കുണ്ട്. അപ്പോൾ ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞു പോയി. വാങ്ങ അവൻ്റെ ബൈക്കിൽ സ്പീഡ് കൂട്ടി പൊട്ടിയ ഭാഗത്ത് അപ്പുറത്തും പോയി. അതുകൊണ്ട് പെറ്റ ഷവർ പോലെ എന്ന് തോന്നുന്നു. എന്നെ പറഞ്ഞ് പിന്നെ ഒരുപാട് അങ്ങ് വിടുവാണ്. അതെല്ലാം മാറി പോകുന്നുണ്ട്. ഇങ്ങനെ മനഃപൂർവ്വം നമ്മളെ തോൽപ്പിക്കാൻ നോക്കണല്ലോടെ എന്ന് പറയുവാണ്. നിനക്കത് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ബൈക്കിൽ സ്റ്റണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നിലയ്ക്കാണ് അവിടെയുള്ള റോഡെല്ലാം ബ്രേക്കായത്. അതിൽ മാറി കടന്ന് എങ്ങനെയാ അപ്പുറത്തെത്തി. രണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം അടുത്ത്. ഞാനീ ഫിനിഷ് ചെയ്യൂ എന്നിട്ട് പോകാനും അത് ഇമ്പോസിബിൾ ആണ് എന്ന് വാങ്ങും. അവസാനം അവർ ഫിനിഷ് ലൈനിൽ എത്തുന്ന സമയമുണ്ട്. ലിൻച പോലും പ്രതീക്ഷിക്കാതെ അവിടെ ഒരു പൊട്ടിത്തെറി. റോഡ് രണ്ടായിട്ട് പോണമെന്ന് ആ ഫിനിഷ് ലൈനിലേക്ക് എത്താത്ത അവസ്ഥ. ഷോക്കായി പോയി. അയ്യോ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചല്ലോ എന്ന് ലിൻചൻ. രണ്ടുപേരും ബാക്കിലേക്ക് പോവുകയാണ്. എന്നാൽ ഡുവാൻ അവന് വേണ്ടി വണ്ടി സാക്രിഫൈസ് ചെയ്തു. അവൻ്റെ ബൈക്ക് കൊണ്ടുവന്ന് അവന് വഴിയായിട്ട് കൊടുത്തു. അവൻ നേരെ താഴേക്കും പോയി. വാങ്ങ് ഫിനിഷ് ലൈനിലേക്കും ആകുമ്പോൾ അത് പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ രണ്ടുപേർക്കും ചാൻസ് കിട്ടാതെ പോകുമല്ലോ. അങ്ങനെ ഫിനിഷ് ചെയ്ത് ഡുവാൻ ആ മാജിക് വേൾഡിൽ നിന്ന് പുറത്തു വന്നു. വാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നു. വാങ്ങ് എന്തോ പോലെ നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം നൈറ്റ് അല്ലടാ, നീ തന്നെ ജയിക്കണം എന്ന് കൈ കൊടുത്തു. അങ്ങനെ വാങ്ങ് ജയിച്ചു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ ഒന്ന് അടുത്ത എപ്പിസോഡ് കണക്ക്. ബൈ.